ഫിലിം ഗാരേജിന്റെ എല്ലാ നല്ല സിനിമാ പ്രേമികൾക്കും ഇന്നേ ദിവസത്തിന്റെ പുതുവർഷ ദിനാശംസകൾ. ഇന്ന് ചിങ്ങം 1. ഇന്നേ ദിവസം ഒരുപാട് സിനിമകളുടെ അപ്ഡേറ്റുകളാണ് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. തമിഴിൽ നിന്ന് വരാനിരിക്കുന്ന അടുത്ത പ്രധാനപ്പെട്ട തമിഴ് സിനിമയാണല്ലോ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. തളപതി വിജയ് നായകനെത്തുന്ന വെങ്കട്ട പ്രഭു സംവിധാനം ചെയ്ത ദി ഗോട്ടിന്റെ ട്രെയിലർ അങ്ങനെ ഇന്ന് ഓഗസ്റ്റ് 17-ാം തീയതി റിലീസ് ചെയ്യാനായിട്ടൊരുങ്ങുകയാണ്. ഇന്ന് വൈകിട്ട് 5 മണിക്ക് ടി സീരീസ് യൂട്യൂബ് ചാനലിലൂടെ ആയിരിക്കും ചിത്രത്തിന്റെ ട്രെയിലർ റിലീസ് ചെയ്യുക. 3 ഭാഷകളിൽ സിനിമയുടെ ട്രെയിലർ വരുമെന്നാണ് ഒഫീഷ്യൽ അപ്ഡേറ്റ്. തമിഴ്, തെലുഗു, ഹിന്ദി ഭാഷകളിലാണ് ട്രെയിലർ പ്രതീക്ഷിക്കുന്നത്. സിനിമയിൽ വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു ട്രെയിലർ റിലീസാണ് നാം പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കാം ഗോട്ട് ട്രെയിലർ കാണുവാനായിട്ട്. ഇന്നലെ ആയിരുന്നല്ലോ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചത്. ആടുജീവിതം എന്ന സിനിമയിലെ പ്രകടനത്തിന് സംസ്ഥാന അവാർഡിൽ മികച്ച നടനായിട്ട് പൃഥ്വിരാജ് സുകുമാരൻ മാറിയൊരു കാഴ്ച നാം കണ്ടതാണ്. ഇപ്പോഴത്തെ ആ സന്തോഷവേളയിൽ പൃഥ്വിരാജിന്റെ അടുത്തൊരു അഭിനയ പ്രാധാന്യവും ഒപ്പം തന്നെ കിടിലൻ സിനിമയായിരിക്കുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്ന വിലായത്ത് ബുദ്ധ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ സ്പെഷ്യൽ പോസ്റ്റർ വന്നിരിക്കുകയാണ്. ചിത്രത്തിന്റെ ബാക്കിയുള്ള ചിത്രീകരണം 1 മാസത്തെ ചിത്രീകരണം ഈ വർഷം തന്നെ പൂർത്തിയാകും. അടുത്ത വർഷത്തിന്റെ തുടക്കത്തിൽ വിലായത്ത് ബുദ്ധ തിയേറ്ററുകളിലേക്ക് എത്തും. ഡബിൾ മോഹനൻ എന്ന കഥാപാത്രത്തെയാണ് പൃഥ്വിരാജ് സിനിമയിൽ അവതരിപ്പിക്കുന്നത്. സുരേഷ് ഗോപിയുടെ അടുത്തതായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന മലയാളം ത്രില്ലർ സിനിമയാണല്ലോ വരാഹം. ഇന്ന് ചിങ്ങം 1 പ്രമാണിച്ച് സിനിമയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ വന്നിരിക്കുകയാണ്. സുരേഷ് ഗോപി, ഗൗതം വാസുദേവ് മേനോൻ, സുരാജ് വെഞ്ഞാറമൂട് തുടങ്ങിയവരെല്ലാം തന്നെ സിനിമയിൽ പ്രധാന റോളുകളിലെത്തുന്നു. അടുത്ത 1-2 മാസങ്ങൾക്കുള്ളിൽ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2023-ൽ തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമകളിൽ വലിയ വിജയം നേടിയെടുത്ത സിനിമകളിൽ ഒന്നാണല്ലോ നീര്. അഡ്വക്കേറ്റ് വിജയമോഹൻ എന്ന ശക്തമായ കഥാപാത്രത്തെ അവതരിപ്പിച്ച ലാലേട്ടന്റെ കഥാപാത്രത്തിന് വീണ്ടും തുടർ ഭാഗങ്ങൾ പ്രതീക്ഷിക്കാമെന്ന് ആ സമയത്ത് തന്നെ റൂമേഴ്സ് വന്നതാണ്. ഇപ്പോഴത്തെ ജിത്തുൻ നുണക്കുഴി പ്രൊമോഷൻ വേളയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് നേര് എന്ന സിനിമയിലെ ലാലേട്ടൻ കഥാപാത്രത്തിന് തുടർ സീരീസുകൾ ഉണ്ടാകുമെന്നാണ്. അപ്പോൾ നേരിന്റെ അടുത്ത ഭാഗം എന്ന നിലയിലല്ല, മറിച്ച് CBI സീരീസിലെ സേതുരാമയ്യർ പോലെ നേര് എന്ന സിനിമയിലെ അഡ്വക്കേറ്റിനും തുടർ ഭാഗങ്ങൾ ഉണ്ടാകുമെന്നാണ് നാം മനസ്സിലാക്കുന്നത്. എന്തായാലും ഉടനെ വരില്ല എന്നും കുറച്ച് സമയം എടുക്കുമെന്ന് കൂടി ചിത്തു കൂട്ടിച്ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ലാലേട്ടന്റെ അടുത്ത വക്കീൽ വേഷത്തിനായിട്ട് കൂടുതൽ ഇതുപോലുള്ള സിനിമാ വാർത്തകൾ കേട്ട്.